ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ദിസ് ഈസ് മീ വിത്ത് മല്ലു എപ്പിസോഡ്. അങ്ങനെ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് നറൂട്ടോ കുട്ടപ്പന്റെ 5ാമത്തെ എപ്പിസോഡാണ്. ഒരുപാട് പരീക്ഷണങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പാവം നമ്മുടെ കഥാനായകനായിട്ടുള്ള നറൂട്ടോ കുട്ടൻ. അവനെ കാത്ത് എന്തൊക്കെ പരീക്ഷണങ്ങൾ ഇനിയും ഉണ്ടെന്ന് അറിയുന്ന ഒരു അഡാർ എപ്പിസോഡാണ് ഇന്നത്തേത്. അപ്പോ കഥകൾ കേൾക്കാൻ ഇഷ്ടമുള്ള എന്റെ കൂട്ടുകാരെല്ലാം ഓടിവായോ, നമുക്ക് വേഗം തന്നെ എപ്പിസോഡിലേക്ക് കടന്നതല്ല. വലിച്ചെറിഞ്ഞ ബ്ലേഡുകള് യഥാർത്ഥത്തിൽ വന്ന് കൊള്ളുന്നത് നമ്മുടെ കാക്കാശിയുടെ ചന്തിക്കല്ല, അതൊരു മരത്തിലാണ്. പണി പാളി, ഈ ദേശം എനിക്കറിയില്ല എന്നും പറഞ്ഞ് നമ്മുടെ പഠിപ്പി അവിടുന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ്. കാക്കാശി കാണാതെ എവിടെയെങ്കിലും പോയി ഒളിക്കാനാണ് നമ്മുടെ പഠിപ്പി ശ്രമിക്കുന്നത്. പക്ഷെ യഥാർത്ഥത്തില് അവനെ കണ്ടുപിടിക്കാൻ തന്നെയാണ്. ഇത്തരത്തില് ഒന്നും അറിയാത്ത കുഞ്ഞിനെ പോലെ കാക്കാശി നിന്ന് ഒരു വമ്പൻ ട്രാപ്പ് ഒരുക്കിയത്. ഓടി ഓടി ഒരു മരത്തിന്റെ ചോട്ടിൽ പോയി നമ്മുടെ ആൾ ഒളിച്ചിരിക്കുമ്പോ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ടീസ് ചെയ്യാണ് കാക്കാശി. ചുന്ദരി പെണ്ണ് സാക്കുറ സാസുക്കയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്നറിയാനായി അവന്റെ അടുത്ത് പോകാൻ ശ്രമിക്കുമ്പോ ആ ടൈമില് വഴിയില് നമ്മുടെ കാക്കാശി നിൽക്കുന്നത് കണ്ട് ഭാഗ്യം എന്നെ കണ്ടില്ല എന്ന് പറഞ്ഞ് ഒളിച്ചിരിക്കും. മുത്തുമോളെ ഒന്ന് തിരിഞ്ഞു നോക്കുന്ന കാക്കാശി പറയുമ്പോ നമ്മുടെ ആൾ ഷോക്കായി കാക്കാശിയെ ഉറ്റുനോക്കും. മരത്തിൽ തൂങ്ങിക്കിടന്ന് മടുത്ത നമ്മുടെ നറൂട്ടോ ചക്കനാവട്ടെ കയ്യിലുള്ള ബ്ലേഡ് ഉപയോഗിച്ച് കയറർത്ത് ആ ഒരു ട്രാപ്പിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ എന്ന് വിചാരിക്കുമ്പോ വേറൊരു വലിയ ട്രാപ്പിൽ പോയി വീഴും. യു അഗൈൻ ബ്ലഡി ഫൂൾ എന്ന് പറഞ്ഞ് നറൂട്ടോ അലറുമ്പോ ഇവിടെ ചുന്ദരി പെണ്ണിന്റെ മുൻപില് കാക്കാക്ഷി ഒളിച്ച മൊത്ത് കളിച്ചിരിക്കുകയാണ്. സാർ എവിടെ പോയി, കാണുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അവിടേക്കും ഇവിടേക്കും തല വലിച്ചു കീറി നോക്കുമ്പോഴാണ് സാസുകൈ സാക്കുറ സാക്കുറ എന്ന് വിളിക്കുന്നത് നമ്മുടെ ചുന്ദരി പെണ്ണ് കേൾക്കുക. വാവ് ഡാർലിംഗ്, അവൻ എന്നെ വിളിച്ചല്ലോ എന്ന് കരുതി അവിടേക്ക് പോവാൻ നോക്കുമ്പോഴാണ് നമ്മുടെ പഠിപ്പിസ്റ്റ് മുത്തിന്റെ മേല് മുഴുവൻ ബ്ലഡായി അവൻ അവളുടെ മുമ്പിൽ വന്ന് വീഴ. ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞ് ഈ കാഴ്ച കണ്ട് നമ്മുടെ പെങ്കൊച്ച് അവിടെ തന്നെ ഫ്ലാറ്റ്. ടെക്നിക്കുകൾ ഒന്നൊന്നായി മരത്തിന്റെ മുകളിൽ കയറിയിരുന്ന് പ്രയോഗിച്ചുകൊണ്ടേയിരിക്കുകയാണ് കാക്കാഷി. സാസുകയ്ക്ക് ഒരു പോറല് പോലും പറ്റിയിട്ടില്ല. പെണ്ണിന് എന്താണ് സംഭവിച്ചതെന്ന് അറിയാനായിട്ട് അവൻ അവളുടെ അടുത്തേക്ക് കടന്നു വരും. ഇതുവരെ ആയിട്ടും ആ 2 ബെല്ലുകള് ആർക്കും എടുക്കാൻ കഴിഞ്ഞിട്ടില്ല. ഇത്തവണ സാസുക ആവട്ടെ, നിന്റെ ഇമാതിരി ലോക്കല് കളികള് ആ ലോക്കൽ പിള്ളേരുടെ അടുത്ത് മാത്രമേ നടക്കൂ, എന്റെ അടുത്ത് നടക്കില്ല എന്ന് പറഞ്ഞ് കാക്കാശിയുമായിട്ട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ അവന്റെ അടുത്തേക്ക് കടന്നു വരും. ഓക്കെ കൂൾ, വരൂ നമുക്ക് നോക്കാന്ന് പറഞ്ഞ് 2 പേരും അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും നോക്കി നിന്ന് കണ്ണോട് കോർത്ത് ചീറി നിൽക്കുകയാണ്. സാസുകി ഡയറക്റ്റ് ആയിട്ട് കാക്കാശിയെ അറ്റാക്ക് ചെയ്യാൻ പോകുന്നതായിട്ട് കാണിച്ച് അവന്റെ നേർക്ക് ചാടുമ്പോ ഒരല്പം ശ്രദ്ധ തെറ്റിയെങ്കിലും കാക്കാശി എടുത്ത് ചാടി മാറിക്കൊടുക്കും. പിന്നീട് സാസുകി ഡയറക്റ്റ് ആയിട്ട് ഒരുപാട് നേരം അവന്റെ അടുത്ത് ഫൈറ്റ് ചെയ്ത് ബെല്ലിൽ നിന്ന് അവന്റെ ശ്രദ്ധ തെറ്റിക്കാൻ ശ്രമിക്കും. ഒരു വിധത്തില് ആ ഒരു ബെല്ല് എടുത്തില്ല എന്ന സമയമാവുമ്പോ കാക്കാശി പാവം നമ്മുടെ സാസുകയെ ചവിട്ടി താഴെയിടും. സാസുകി നറൂട്ടോയെ പോലെ അത്ര വിഡ്ഢിയല്ലാന്ന് കാക്കാസിക്ക് പിടികിട്ടും. ഇതേ സമയത്ത് ബോധം വീണ നമ്മുടെ പെണ്ണാവട്ടെ അവളുടെ പ്രാണനാഥൻ വടിയായെന്ന് കരുതി തെക്ക് വടക്ക് നോക്കുകയാണ്. പക്ഷെ ഇവിടെ ആവട്ടെ നമ്മുടെ 2 മല്ലന്മാരും അടാറ് പോരാട്ടത്തിലുമാണ്. ഈ കാര്യങ്ങളൊന്നും കേൾക്കാതെ നറൂട്ടോ ആവട്ടെ തൂങ്ങിക്കിടന്ന് ഉറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കണ്ണു തുറന്ന് നോക്കുമ്പോ അവന്റെ തൊട്ടടുത്ത് കല്ലില് അവർക്ക് കഴിക്കേണ്ട ലഞ്ച് ബോക്സ് കാണും. വാവ്, ബെല്ല് കിട്ടിയില്ലെങ്കിൽ എന്താ, എനിക്ക് ലഞ്ച് കിട്ടിയില്ലേ, അത് മതിന്ന് പറയുമ്പോ ഇവിടെ കാക്കാശിയും സാസുക ചെയ്യുന്ന ഫൈറ്റ് കണ്ട് കാക്കാശി ചെറുതായിട്ടൊന്ന് പതറുന്നുണ്ട്. ബാക്കി 2 പേരെ പോലെ അല്ല ഇവൻ കുറച്ച് സ്മാർട്ടാണ്. ശ്രദ്ധിച്ചില്ലെങ്കിൽ ഇവൻ എന്റെ ചീട്ട് കീറുമെന്ന് പാവം നമ്മുടെ കാക്കാശിക്ക് മനസ്സിലാവും. അതും പോരാഞ്ഞവൻ ഫയർബോൾ ടെക്നിക്ക് വരെ യൂസ് ചെയ്യുമ്പോ കാക്കാശിയുടെ 2 ഫ്യൂസും അടിച്ചു പോകും. കാരണം ഈ ഒരു ടെക്നിക്ക് നമ്മുടെ ആൾക്കും ക്ലിയർ ആയിട്ട് അറിയില്ല. ഈ ടെക്നിക്സ് ഒക്കെ വലിയ വലിയ നിഞ്ചാസ് മാത്രമേ ചെയ്യാറുള്ളൂ. അതിന് അവന്റെ ശരീരത്തിലെ എല്ലാ പവറുകളും ഒന്നിച്ചു വരണം. പവറെല്ലാം ഒന്ന് ചേർത്ത് ഒരൊറ്റ അടി. ആ അടിയില് നമ്മുടെ കാക്കാശി തീർന്നു എന്ന് വിചാരിക്കുമ്പോ എങ്ങനെയൊക്കെയോ എസ്കേപ്പായി അവൻ എവിടേക്കോ മറഞ്ഞുപോയി. കാലിപൂണ്ട സാസുകെ തെക്ക് വടക്കൊക്കെ നോക്കുന്നുണ്ടെങ്കിലും അവനെ കാണാൻ സാധിക്കില്ല. ബ്ലഡി ഫൂൾ, എവിടെ പോയി, പേടിച്ചൊളിച്ചിരിക്കാണോ ചോദിക്കുമ്പോ ഭൂമി കുലുങ്ങുന്ന വലിയൊരു ശബ്ദവും കേൾക്കും. ഭൂമി പിളർന്ന് അവന്റെ കാലില് കാക്കാശിയുടെ കൈ വന്ന് പതിക്കുമ്പോ നമ്മുടെ ചെക്കൻ നൈസായിട്ടൊന്ന് ഷോക്കാവും. അവന്റെ കാലെ പിടിച്ചു വലിച്ച് ഭൂമിക്കകത്ത് കാക്കാശി അവനെ കുരുക്കിയിടും. അങ്ങനെ 2 പേരിപ്പോ ലോക്ക്ഡായി. ഇനി നമ്മുടെ പെങ്കൊച്ച് മാത്രമേ ബാക്കിയുള്ളൂ. നറൂട്ടോ കാലുമേ കാലൊക്കെ വെച്ച് ബെല്ലില്ലെങ്കിൽ എന്താ, പല്ലുണ്ടല്ലോ, എനിക്കിതൊക്കെ കടിച്ചു പറിച്ച് തിന്നാലോ എന്ന് കരുതി പ്രാർത്ഥനയൊക്കെ കഴിഞ്ഞ് തിന്നാനായി കൈ വെക്കുമ്പോ കുട്ടാ
നറൂട്ടോ എന്നിപ്പോ കാക്കാശി അവന്റെ തലയ്ക്ക് മേലെ ഇരുന്ന് വിളിക്കും. ഞാൻ ചുമ്മാ തിന്നാൻ നോക്കിയതാണെന്ന് അവൻ മറുപടി പറയുമ്പോ പെങ്കൊച്ചാവട്ടെ സാസുകയെ നോക്കി അലഞ്ഞു നടക്കുകയാണ്. ഒടുവില് സാസുകയുടെ തല മാത്രം മണ്ണിൽ കാണുമ്പോ ദന്ത ഇപ്പൊ ഇതിങ്ങനെ എന്ന് ആലോചിച്ച് കണ്ണു തള്ളി നോക്കുമ്പോ സാസുകി സാക്കുറാന്ന് അവളെ വിളിക്കും. അവൾ തലയും ചുറ്റി താഴെ വീഴും. ടെൻഷനായ സാസുക എങ്ങനെയൊക്കെയോ മണ്ണ് മുഴുവൻ മാന്തി പുറത്തു വന്ന് ബോധം പോയ സാക്കുറയെ വിളിച്ചുണർത്തും. ഓ മൈ ഡിയർ, നീ തിരികെ വന്നോന്നും പറഞ്ഞ് കിട്ടിയ ഗ്യാപ്പില് സാസുകയെ പിടിച്ച് സാക്കുറ 5-6 ഉമ്മയും കെട്ടിപ്പിടുത്തവും കൊടുക്കും. തുപ്പിക്കൂട്ടാതെ മാറി നിൽക്കുമെന്ന് പറഞ്ഞ് നമ്മുടെ ചെക്കൻ അവളെ ദൂരത്തേക്ക് എറിയും. നമ്മുടെ ചെക്കന് ഇതൊന്നും തീരെ ഇഷ്ടമല്ല. ഇത്തവണ ഞാൻ ആ ബെൽ എങ്ങനെയെങ്കിലും എടുക്കും. ഒരു തവണ എനിക്ക് അതിനെ തൊടാൻ സാധിച്ചു. ഇനി അത് എടുക്കാതെ എനിക്ക് ഉറക്കമില്ല എന്ന് പറയുമ്പോ നമ്മുടെ പെങ്കൊച്ച് അവനെ തടയും. പക്ഷേ അവനെ ഇംപ്രസ് ചെയ്യാനായിട്ട് ബെസ്റ്റ് ഓഫ് ലക്ക്, നിനക്ക് സാധിക്കുന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ നമ്മുടെ പെങ്കൊച്ചാവട്ടെ അവന് കട്ട സപ്പോർട്ടും കൊടുക്കും. അവനെ കൊല്ലാൻ എന്നെ കൊണ്ട് മാത്രമേ കഴിയൂന്ന് ഇപ്പൊ ഒരു അശരീരി കേൾക്കും. അശരീരിയുടെ ഉടമ ആരാണെന്ന് ഇപ്പൊ അറിയാൻ പറ്റില്ല, മുൻപോട്ട് പോകുമ്പോ നമുക്കറിയാൻ സാധിക്കും. സാസുകി ഇപ്പൊ വീണ്ടും എങ്ങനെ കാക്കാശിയെ നശിപ്പിക്കാന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അവനൊക്കെ കൂടുതൽ പവർ ആവശ്യമാണ്. ഒരു നിമിഷം പോലും വിശ്രമിക്കാതെ ഞാൻ അതിനുവേണ്ടി തീർച്ചയായിട്ടും പരിശ്രമിക്കണം എന്ന് പറഞ്ഞ് അവൻ ഒരുങ്ങുമ്പോ ഇവിടെ നമ്മുടെ പെങ്കൊച്ച് തുടക്കത്തില് നറൂട്ടോയെ കൊല്ലണം എന്ന് പറഞ്ഞ കാര്യം ഓർത്ത് വളരെയധികം ഡിപ്രഷൻ അടിച്ച് അവിടെ കുത്തിയിരിക്കും. ദൂരെ നിന്ന് ഇപ്പൊ എന്നൊരു സൗണ്ട് കേൾക്കുമ്പോഴാണ് അവർക്ക് അനുവദിച്ച സമയം കഴിഞ്ഞുവെന്ന് അവർ മനസ്സിലാക്കുക. ഇത്ര നേരം വെറുതെ നമ്മൾ വർത്താനം പറഞ്ഞ് ടൈം വേസ്റ്റ് ആക്കി എന്ന് പറഞ്ഞ് വീണ്ടും ദേഷ്യം കൂടുകയാണ് സാസുകയ്ക്ക്. അങ്ങനെ ആർക്കും ആ ഒരു ബെല്ലുകള് അടിച്ചു മാറ്റാനായിട്ട് സാധിച്ചില്ല. സൂത്രത്തില് ഫുഡ് മാറ്റിയെടുക്കാൻ ശ്രമിച്ച നമ്മുടെ നറൂട്ടോ കുട്ടപ്പനെ അവിടെ കെട്ടിയിട്ട് ബാക്കി 2 പേരെ നിലത്തിരുത്തിയിട്ട് നമ്മുടെ കാക്കാശി ആവട്ടെ ചില കാര്യങ്ങൾ പറയാൻ തുടങ്ങും. നിങ്ങൾ 3 പേരും ഈ ഒരു ടെസ്റ്റിൽ തോറ്റുപോയി. പക്ഷെ ആരും പേടിക്കേണ്ട, നിങ്ങളെ ഞാൻ യൂണിവേഴ്സിറ്റിക്ക് തിരിച്ചയക്കില്ല. ഇത് കേട്ട് നമ്മുടെ ചെക്കൻ നറൂട്ടോയും സാസുകയും ഹാപ്പി കൊണ്ട് തുള്ളിച്ചാടും. സ്റ്റോപ്പ് ഇറ്റ്, ഞാൻ മുഴുവൻ പറഞ്ഞു തീർക്കട്ടെ എന്ന് കാക്കാശി ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുമ്പോ ഇവിടെ ഇറുക്ക ആവട്ടെ ലോഡിന്റെ അടുത്ത് ചില കാര്യങ്ങൾ പറയാണ്. കാക്കാശി അവൻ ഇന്ന് വരെ ഒരാളെ പോലും പാസ്സാക്കി വിട്ടിട്ടില്ല. നറൂട്ടോയ്ക്കും ടീമിനും ഇനി എന്താണ് സംഭവിക്കാന്ന് പറയുമ്പോ ലോഡാവട്ടെ കാക്കാശിക്ക് ഒരിക്കലും തെറ്റുപറ്റാറില്ല എന്ന് അവന്റെ അടുത്ത് പറയും. ഇവിടെ കാക്കാശിയുടെ റിയൽ പ്ലാൻ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അവരെ മുഴുവനായിട്ടും ഇല്ലാതാക്കുക. അതായത് നിഞ്ചാന്നുള്ള ആ ഒരു ക്വാളിഫിക്കേഷൻ വരെ അവൻ ഇവരിൽ നിന്ന് എടുത്തു മാറ്റാൻ ശ്രമിക്കുകയാണ്. ഒരുപക്ഷെ യൂണിവേഴ്സിറ്റിയിൽ പോയാല് അവർക്ക് വീണ്ടും ഡിഗ്രി കിട്ടിയാലോ അത് തടയാനാണ് നമ്മുടെ കാക്കാശി ശ്രമിക്കുന്നത്. ഇത് കേട്ട് നമ്മുടെ 3 പിള്ളേരും നല്ല രീതിയിൽ അവന്റെ അടുത്ത് ദേഷ്യപ്പെടും. കലിപ്പടക്കാൻ പറ്റാതെ സാസുക ഇപ്പോ കാക്കാശിയുടെ നേർക്ക് എടുത്ത് ചാടുമ്പോ അവനെ ചുരുട്ടിക്കൂട്ടി അവന്റെ തലയില് കാക്കാശി കാലമർത്തും. ഇത് കണ്ട പെങ്കൊച്ച്, നിനക്ക് എത്ര ധൈര്യം ഉണ്ടെങ്കിൽ എന്റെ ചെക്കന്റെ തലയില് നീ കാല് വെക്കുന്നു ചോദിച്ച് അവൾ അലറുമ്പോ കാക്കാശി ആവട്ടെ കൂൾ ഡൗൺ ബേബി, കൂൾ ഡൗൺ. നീ ഒരു കുട്ടിയാണ്, നിനക്കൊന്നും അറിയില്ല. എന്തിനാണ് നിങ്ങൾ ഇത്തരത്തിൽ ഗ്രൂപ്പ് തിരിച്ചിരിക്കുന്നതെന്ന് നിങ്ങൾക്കറിയോ? സത്യത്തിൽ നിങ്ങളുടെ മുൻപില് വിജയം തോൽവി അങ്ങനെയൊന്നുമില്ല. എനിക്ക് വേണ്ടത് ഒരേ ഒരു കാര്യമാണ്. അതെന്താണെന്ന് അറിയാൻ ചോദിക്കുമ്പോ നമ്മുടെ 3 ആൾക്കാരും ഞങ്ങൾക്കറിയില്ല എന്ന് ഒരേ ശബ്ദത്തിൽ പറയും. നിങ്ങൾ 3 പേരും ചേർന്ന് ടീം വർക്ക് ചെയ്യണം, അതാണ് ആവശ്യം. ഇത് കേട്ട് നമ്മുടെ 3 ആൾക്കാരുടെയും 4 കിളിയും 3 ഈച്ചയും പറന്നു പോകും. കാരണം ഇത്ര നേരവും അവരത് ചെയ്തിട്ടേ ഉണ്ടായിരുന്നില്ല. കാരണം മാസ്റ്റർ അപ്രകാരമാണ് ആഗ്രഹിച്ചത്. 3 പേരും ഒരുപോലെ വന്ന് തന്നെ അറ്റാക്ക് ചെയ്ത് ബെല്ലെടുക്കണമെന്ന്. അപ്പോഴും സാക്കുറായ്ക്ക് ഒരു സംശയം. ഉള്ളത് 2 ബെല്ല് മാത്രമാണ്. 2 പേർക്ക് ആ ബെല്ല് കിട്ടൂ. ഒരാൾ അപ്പോഴും തോറ്റുപോകും, തീർച്ചയായും തോറ്റുപോകും. പക്ഷെ എനിക്ക് ആവശ്യം ടീം വർക്കാണ്, ടീം വർക്ക്. പക്ഷെ നിങ്ങൾ ഓരോരുത്തരും വളരെ ഡിഫറെന്റ് ആയിട്ടാണ് ബിഹേവ് ചെയ്യുന്നത്. നമ്മുടെ പെങ്കൊച്ചിന് സാസുകയോട് ലവ് ആയതുകൊണ്ട് തന്നെ അവന്റെ ഒപ്പമാണ് അവൾ നിൽക്കുന്നത്. നറൂട്ടോയ്ക്കാണെങ്കിലോ സാസുകയെ തീരെ ഇഷ്ടമല്ല. ഇവർ ഓരോരുത്തരായി ഫൈറ്റ് ചെയ്യുമ്പോ മറ്റാൾക്കാർ പോയി മാറി നിൽക്കുകയും ചെയ്യുന്നു. എല്ലാവരും അവരവരുടെ ഇഷ്ടത്തിന് ഫൈറ്റ് ചെയ്താല് അതാണ് ഏറ്റവും വലിയ ആപത്തെന്ന് നമ്മുടെ മാസ്റ്റർ വ്യക്തമായിട്ട് അവർക്ക് പറഞ്ഞു കൊടുക്കും. അതുകൊണ്ട് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഏതൊരു അറ്റാക്കിന് പോകുമ്പോഴും ടീം വർക്ക് വേണമെന്നതാണ്. ഒരുത്തൻ മറ്റൊരുത്തനെ സഹായിക്കണം, എങ്കിൽ മാത്രമേ ആ ഒരു മിഷൻ സക്സസ് ആവുകയുള്ളൂ. ദേ അവിടേക്ക് നോക്കുന്നു പറഞ്ഞ് നേരത്തെ ഫുഡ് വെച്ച ആ ഒരു കല്ല് അവർക്ക് മുൻപില് നമ്മുടെ മാസ്റ്റർ കാണിച്ചു കൊടുക്കും. വലിയൊരു യുദ്ധത്തില് മരിച്ചുപോയ നിഞ്ചാസിന്റെ പേരാണ് അതില് കൊത്തിവെച്ചിരിക്കുന്നതെന്ന് പറയുമ്പോ നറൂട്ടോയ്ക്ക് ഒരുപാട് സന്തോഷാവും. തീർച്ചയായും ഞാനും ഒരു യുദ്ധത്തിൽ മരിച്ചുപോയ ഇവിടെ കൊത്തി വെക്കുമല്ലോ എന്ന് ആലോചിച്ചാണ് നമ്മുടെ ആള് തുള്ളിച്ചാടുന്നത്.
ഇവരാരും സാധാരണ നിഞ്ചാസ് അല്ല, ഇവരെന്റെ ഫ്രണ്ട്സ് ആണെന്ന് പറയുമ്പോൾ നറൂട്ട ഒരു സെക്കൻഡ് ഒന്ന് ഷോക്കാവും. അതൊക്കെ ഇരിക്കട്ടെ, നിങ്ങൾക്ക് ഞാൻ ഒരു അവസരം കൂടെ തരാം. വൈകുന്നേരത്തിനുള്ളിൽ ഫുഡൊക്കെ കഴിച്ച് സെറ്റായിട്ട് നിങ്ങൾ ഒന്നുകൂടെ പരിശ്രമിക്കണമെന്ന് പറയുമ്പോ നറൂട്ടോയുടെ ഉള്ളില് 2 ചോക്ലേറ്റ് പൊട്ടും. പക്ഷെ ഒരു കാര്യം, നറൂട്ടോ മാത്രം ഫുഡ് കഴിക്കാൻ പാടില്ല. കാരണം നീ ഒളിച്ച് ഫുഡ് കഴിക്കാൻ ശ്രമിച്ചവനാണ്. അതുകൊണ്ട് നിനക്ക് ഈ ശിക്ഷ കൂടിയേ തീരുള്ളൂ എന്ന് പറയുമ്പോ പാവം നമ്മുടെ നറൂട്ടോ അവിടെ തകർന്നു പോകും. ഇൻ കേസ് ആരെങ്കിലും നറൂട്ടോയ്ക്ക് ഫുഡ് കൊടുത്താല് അവരായിരിക്കും ആദ്യം ഡിസ്ക്വാളിഫൈ ആകാന്ന് പറയുമ്പോ ബാക്കി 2 പേര് നറൂട്ടോടെ 7 അയലത്ത് പോലും അടുക്കാൻ തയ്യാറാവില്ല. എറൂക്ക ഒരുപാട് കഷ്ടപ്പെട്ട് ലോഡിന്റെ അടുത്ത് നിന്ന് പെർമിഷൻ വാങ്ങിച്ചിട്ട് കാക്കാഷിയുടെയും ഗ്രൂപ്പ്സിന്റെ അടുത്തേക്ക് പോവാൻ തയ്യാറാവാണ്. ലോഡ് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പറയും, കാക്കാഷി എന്ത് തീരുമാനം എടുത്താലും അതിന് നിന്റേതായ ഒരഭിപ്രായം പോലും പറയാൻ പാടില്ല. ഇവിടെ സാസുകയും സാക്കുറയും പാവൻ നറൂട്ടോ കുട്ടനെ നോക്കി ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ പതറില്ല, ഇതിൽ ഞാൻ തളരില്ല, ഞാൻ അവനെ തോൽപ്പിച്ച് ബെല്ലെടുക്കും എന്ന് പറഞ്ഞ് അലറിക്കൊണ്ടിരിക്കുമ്പോ പാവം നമ്മുടെ ചെക്കന്റെ വയറ്റീന്ന് ചില ഒച്ചയും ബഹളമൊക്കെ കേൾക്കും. സങ്കടം തോന്നിയ സാസുകെ അവന്റെ ഫുഡ് എടുത്ത് നറൂട്ടോയുടെ നേരെ നീട്ടും. ഇതാ നീ കഴിച്ചോളൂ. ഇപ്പൊ ആക്ച്വലി കാക്കാഷി അവിടെ ഇല്ല, പക്ഷെ അവൻ കാണുകയാണെങ്കിൽ സാസുകയുടെ കാര്യത്തില് ഏകദേശം തീരുമാനാവും. സാസുക എന്താണ് ചിന്തിക്കുന്നതെന്ന് വെച്ചാല് 3 പേരും ഒരേപോലെ ടീം വർക്ക് ചെയ്തിട്ടേ ആ ബെല്ലെടുക്കാൻ സാധിക്കുള്ളൂ. അപ്പൊ ഒരാൾ മാത്രം ടയേർഡ് ആയിട്ടിരുന്നാല് അത് സാധിക്കില്ല. അതുകൊണ്ട് തന്നെ എന്തായാലും കുഴപ്പമില്ല, നീ കഴിച്ചോളാനായിട്ട് അവൻ പറയും. ഇത് കേട്ട് നമ്മുടെ ചുന്ദരി പെണ്ണും അവളുടെ ഫുഡ് നറൂട്ടോയ്ക്ക് കൊടുക്കും. ഇത് കാണുമ്പോ പാവം നമ്മുടെ നറൂട്ടോ കുട്ടിന് ഒത്തിരി സങ്കടം വരും. പക്ഷെ ഈ കാര്യങ്ങളെല്ലാം തന്നെ ഒളിഞ്ഞു നിന്ന് കാക്കാഷി കണ്ടോണ്ടിരിക്കുകയാണ്. കുട്ടപ്പന്റെ കൈ കെട്ടിവെച്ചത് കൊണ്ട് തന്നെ നമ്മുടെ പെങ്കൊച്ച് ഒട്ടും ഇഷ്ടമല്ലാതെ അവന് വാരി കൊടുക്കാൻ ആരംഭിക്കും. വേഗം തിന്ന്, വേഗം തിന്ന് എന്ന് പറഞ്ഞ് ഉരുള ഒന്നൊന്നായിട്ട് അവന്റെ വായി പൊത്തുമ്പോ ഒരു കൊടും കാറ്റ് പോലെ കാക്കാശി അവിടേക്ക് പറന്നെത്തും. മേഘങ്ങളെല്ലാം ഇരുണ്ടുകൂടി മിന്നലടിച്ച് മഴക്കാറ് വരുമ്പോ ഇവനെന്താ പ്രാന്താണോന്ന് ചിന്തിച്ച് നിൽക്കാണ് നമ്മുടെ 3 പിള്ളേരും. ഞാൻ പറഞ്ഞ നിയമം അത് നിങ്ങൾ തെറ്റിച്ചു, നിങ്ങൾ 3 പേരും പണിഷ്മെന്റിന് അർഹരാണെന്ന് പറയുമ്പോ നമ്മുടെ പിള്ളേരാവട്ടെ, ടീം വർക്ക് വേണമെങ്കിൽ ഞങ്ങൾ 3 പേരും ഒരുപോലെ ആയിരിക്കണം, അതിനുവേണ്ടിയാണ് ഞങ്ങൾ ഇത് ചെയ്തത്, ഞങ്ങളിനി വെറുതെ ഇരിക്കാൻ തയ്യാറല്ല എന്ന് പറഞ്ഞ് അവരും ഫൈറ്റിന് തയ്യാറാവും. അവരെ പോലും ഞെട്ടിച്ചുകൊണ്ട് കാക്കാശി ആവട്ടെ, നിങ്ങൾ 3 പേരും ഈ പരീക്ഷണത്തിൽ വിജയിച്ചു എന്ന് അവരുടെ അടുത്ത് പറയും. ഇതെന്തപ്പോ ഉണ്ടായെന്നറിയാതെ നമ്മുടെ പിള്ളേര് അങ്ങോട്ടേക്ക് ഇങ്ങോട്ടേക്ക് നോക്കിക്കൊണ്ടിരിക്കുമ്പോ കാക്കാക്ഷി പറയാൻ തുടങ്ങും, ഇതിനു മുൻപ് വന്ന എല്ലാവരും ഞാൻ പറയുന്നത് എന്തോ അത് മാത്രമാണ് അനുസരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ അവരാരും പാസ്സാകാനായിട്ട് എലിജിബിൾ ആയിരുന്നില്ല. പക്ഷെ നിങ്ങൾ ഫ്രണ്ട്സ് അല്ലായിരുന്നിട്ട് പോലും പരസ്പരം സഹായിച്ച് ഒന്നു ചേർന്നു. സോ ബോയ്സ് ആൻഡ് ഗേൾ, കൺഗ്രാറ്റ്സ്, നിങ്ങൾ വിജയിച്ചിരിക്കുന്നു എന്ന് പറയുമ്പോ പാവം നമ്മുടെ ഇള്ളക്കുട്ടി നറൂട്ടോ പൊട്ടിക്കരയാൻ ആരംഭിക്കും. യാഹൂ, ഞങ്ങള് നിഞ്ചാസ് ആയെന്ന് പറഞ്ഞ് അട്ടഹസിക്കുമ്പോ മാസ്റ്റർ ആവട്ടെ അവരുടെ അടുത്ത് വീട്ടിൽ പോയി റിലാക്സ് ചെയ്തോളാൻ പറയും. ആനന്ദ തുന്തുരിതരായിട്ട് അവര് വീട്ടിലേക്ക് പോകുമ്പോ പാവം നമ്മുടെ നറൂട്ടോ കുട്ടനെ അഴിച്ചുവിടാൻ മറന്നുപോകും. ഓയ് ഹലോ, അഴിച്ചുവിട് എന്ന് പറഞ്ഞ് നറൂട്ടോ അലർന്നോടുകൂടെ ഈ ഒരു എപ്പിസോഡും ഇവിടെ അവസാനിക്കുന്നു. സെൽഫിഷ് അല്ലാതെ എല്ലാവരും പരസ്പരം സ്നേഹിക്കാനും സഹകരിക്കാനും പഠിപ്പിച്ചു തരുന്ന ഈ ഒരു എപ്പിസോഡ് കൂട്ടുകാർക്ക് എല്ലാവർക്കും ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബാക്കിയുള്ള കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത എപ്പിസോഡായിട്ട് കാണുന്നത് വരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.